മരം നിറച്ച് സ്വീറ്റ് ലൂബിയാണ്. ഇലനേക്കാളും കൂടുതൽ ഫ്രൂട്ടാണ് കേട്ടോ. ഏത് കാലത്തും എപ്പോഴും ഫ്രൂട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന നല്ലൊരു വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റാണ് സ്വീറ്റ് ലൂബി. ചെറിയ പ്ലാന്റാണ്, ഒരു 3-4 അടി പൊക്കത്തിൽ നമുക്ക് പ്രൂൺ ചെയ്ത് ഇങ്ങനെ നിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന, ഒതുക്കി വളർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഫ്രൂട്ട് പ്ലാന്റാണ് സ്വീറ്റ് ലൂബി. പിന്നെ ഇതിൽ ഇപ്പോൾ ഈ ഫ്രൂട്ടുകളൊക്കെ ഏകദേശമൊക്കെ കുറച്ചൊക്കെ അത് പഴുത്തിട്ടുണ്ട്. ചിലതൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ഫ്രൂട്ടുകളുണ്ട്. ഇനി ഇതാ പുതിയ അടുത്ത ബാച്ച് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് സമയത്തും ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് സ്വീറ്റ് ലൂബി എന്ന് പറയുന്നത്. ഈ കൊമ്പിൽ ഒരൊറ്റ ലീഫില്ല, ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും നമുക്ക് ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന, ഇതിൻ്റെയൊക്കെ ബഡിൻ്റെ അവിടെയൊക്കെ പുതിയ പുതിയ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഫ്ലവർ പുതിയത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ എപ്പോഴും നമുക്ക് ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ് സ്വീറ്റ് ലൂബി. സ്വീറ്റ് ലൂബി തന്നെ ഈ വെറൈറ്റിയാണ് നമ്മൾ വെക്കേണ്ടത്. ഉമ്മർ ലൂബി എന്നും അതേപോലെ തന്നെ തായ്ലാൻഡ് ലൂബി എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു വെറൈറ്റിയാണ് നമ്മൾ വെക്കേണ്ടത്. ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ എപ്പോഴും അവൈലബിൾ ആണ്. കോണ്ടാക്ട് ചെയ്താൽ ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊന്നുമല്ലത് പിടിക്കുക, ഇത് ഓരോ ഭാഗത്തും ഇതൊക്കെ ഓരോ ക്ലസ്റ്റർ കണക്കിന് പിടിക്കുന്നതാണ്. നമ്മൾ ഈ പരിചരണം കുറവാകുമ്പോഴേ, ഇപ്പോൾ ഫ്ലവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പുഴുക്കൾ വന്ന് തിന്നുമ്പോൾ പെസ്റ്റിസൈഡൊക്കെ അടിച്ചു കൊടുക്കണം. ഇതൊക്കെ അടിച്ചു കൊടുക്കാത്ത കാരണമാണ് പിടിക്കുന്ന ഫ്രൂട്ട് പിടിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയിൽ വളർത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നത്. ഒന്നും കൂടിയൊക്കെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കൊലകുത്തി കഴിക്കുന്ന സാധനമാണ്. ഇത് നമുക്ക് ചട്ടിയിലും അതേപോലെ തന്നെ മണ്ണിലൊക്കെ നേരിട്ടൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലൊന്നും വേണമെന്നില്ല, ഒരു മീഡിയം വെയിലത്ത് നന്നായി വളരുന്നതാണ്. സൂര്യപ്രകാശം മീഡിയം ലെവലിൽ കിട്ടിയാൽ മതി, ഭയങ്കര വെയിലൊന്നും വേണമെന്നില്ല. അതുകൊണ്ട് മുറ്റത്തെ ചെടികൾക്കിടയിലൊക്കെ നമുക്ക് ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റും. പഴുത്ത് കഴിഞ്ഞാൽ നല്ല പ്ലമ്മിൻ്റെ ടേസ്റ്റാണ് ഇതിന്. ആകെ ഇത്ര പോകുന്ന പ്ലാന്റാണ്, ഇത്ര വലുപ്പമുള്ളൂ. എൻ്റെ ഹൈറ്റേ ഉള്ളൂ പ്ലാന്റിന്, പക്ഷെ നമുക്ക് എപ്പോഴും ഫ്രൂട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. പറമ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ പഴുത്തത് കിട്ടും, പൊട്ടിച്ചിങ്ങനെ കഴിക്കാം. അതിൻ്റെ കൂടെ പിക്ചർ പ്ലാന്റ് ഉണ്ട് കേട്ടോ, നെപ്പന്തസ് എന്ന് പറയുന്ന പ്ലാന്റ്. ഇതാ പിക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ്